മാനുഫാക്ചറിങ് ഫേം അതേപോലെ നോൺ മാനുഫാക്ചറിങ് ഫേം ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് പറയുന്നത്. 3 രീതിയിൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. 3 രീതിയിൽ ചോദിക്കാം. അതിൽ ഒന്നാമത്തത് മാനുഫാക്ചറിങ് ഫേമും നോൺ മാനുഫാക്ചറിങ് ഫേമും തമ്മിലുള്ള ഡിഫറൻസസ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അതല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഫേമും സർവീസ് ഫേമും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് ചോദിക്കാം. നോൺ മാനുഫാക്ചറിങ് ഫേം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സർവീസ് ഫേമുകളാണ്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫേമുകളാണ്. അപ്പൊ അതും മാനുഫാക്ചറിങ് ഫേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഗുഡ്സും സർവീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാം. ഈ 3 തരത്തിലും ചോദ്യം ചോദിക്കാം. പ്രധാനമായിട്ട് നമ്മൾ 10 ഡിഫറൻസസ് പറയുന്നുണ്ട്. അതിൽ ചെറിയ നമ്പർ ഇട്ടപ്പോൾ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. അവസാനം 4, 5 എന്നൊക്കെ ആയിട്ടുണ്ട്. അതിൽ നാച്ചുറലുള്ള ഡിഫറൻസ്, സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഡിഫറൻസ്, ഇൻവെന്ററി എന്ന് അതിനെ പറയും, സ്റ്റോറേജ് ഓർ ഇൻവെന്ററി എന്ന് പറയുന്ന ഡിഫറൻസ്, എൻവയർമെന്റ് എന്ന് പറയുന്ന ഡിഫറൻസ്, ടൈപ്പിലുള്ള പ്രൊഡക്റ്റ് ടൈപ്പ് എങ്ങനെയാണെന്നുള്ളതിലുള്ള ഡിഫറൻസ്, ക്വാളിറ്റിയിലുള്ള 2 ഫേമുകളുടെയും ക്വാളിറ്റി അഷുറൻസ് എങ്ങനെയാണെന്നുള്ളതിന്റെ ഡിഫറൻസ്, അതുപോലെ ക്യാപിറ്റൽ ഇന്റൻസീവ് ആണോ, ഏതാണ് ക്യാപിറ്റലിന്റെ രണ്ടിന്റെയും നാച്ചർ എന്താണെന്നുള്ളത്, പിന്നെ രണ്ടിലുള്ള ടൈം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അതിലുള്ള ഡിഫറൻസ് വരുന്നുണ്ട്. ഡ്യൂറബിലിറ്റി, ഈ ടൈമും ഡ്യൂറബിലിറ്റി ഒന്നാണെന്ന് തോന്നും, പക്ഷെ രണ്ടും ഒന്നല്ല. പിന്നെ കസ്റ്റമർ കോണ്ടാക്റ്റിലുള്ള ഡിഫറൻസ്, ഓട്ടോമേഷൻ. ഇത്രയും ഡിഫറൻസസ് ആണ് നമ്മൾ പറയുന്നത്. 10 ഡിഫറൻസസ് ഉണ്ട്. ആദ്യം എന്താണ് മാനുഫാക്ചറിങ്, എന്താണ് നോൺ മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ എന്താണ് മാനുഫാക്ചറിങ്, എന്താണ് സർവീസ്, അതാണ് നമ്മൾ പറയുന്നത്. Manufacturing can be defined as the process of converting raw material, components or parts into finished goods that meet customer satisfaction. Converting raw materials or parts or components into finished goods, അതാണ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ. സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയാം, ഒരു ഡീഡ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. നമ്മൾ ഒരു കസ്റ്റമറുടെ ഡിമാൻഡിനനുസരിച്ച് നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ കോൺസെപ്റ്റ്. സർവീസ് ആർ ഇൻടാൻജിബിൾ ഇൻ നാച്ചർ, അത് ആൻഡ് നോൺ ഫിസിക്കൽ പ്രൊഡക്ട്സ് ആണ് offered by one party to another in exchange for money. Organization that engage in hospitality, travel, media, sports, healthcare and entertainment are service providing organization. ഞാൻ അതിനുള്ള എക്സാമ്പിളും കൂടി അവിടെ ഇട്ടുന്നേ ഉള്ളൂ. ഇനി ഇതിന്റെ ഡിഫറൻസസ് ഓരോന്നോരോന്നായിട്ട് പറയുന്നത്. നമ്മൾ ഒന്നാമത്തെ ക്രൈറ്റീരിയ നമ്മളിവിടെ പറഞ്ഞത് നാച്ചുറൽ ആണ്. ഈ രണ്ടിന്റെയും നാച്ചുറലുള്ള ഡിഫറൻസ് ആണ്, രണ്ടിന്റെയും ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ഡിഫറൻസ് ആണ്. എന്താണ് ഡിഫറൻസ് എന്ന് വെച്ചാൽ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഹാസ് ദ ഫിസിക്കൽ പ്രൊഡക്റ്റ് ആൻഡ് ദ ഔട്ട്പുട്ട് കമ്മിങ് ഔട്ട് ഓഫ് ദിസ് ഇൻഡസ്ട്രി ഈസ് ടാഞ്ചിബിൾ. എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഫേമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എന്തായിരിക്കും, ഫിസിക്കൽ നാച്ചുറൽ ഉള്ളതായിരിക്കും, ടാഞ്ചിബിൾ ആയിരിക്കും. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം, വി ക്യാൻ ടച്ച് ആൻഡ് ഫീൽ ദാറ്റ് പ്രോഡക്റ്റ്. ഫോർ എക്സാമ്പിൾ എ കാർ, ഒരു കാർ എന്ന് പറയുന്നത് എന്താണ്, ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അവിടുത്തെ പ്രൊഡക്റ്റിന്റെ നാച്ചർ ആണ് പറഞ്ഞിരിക്കുന്നത്. വൈൽ ദ സർവീസ് സെക്ടർ പ്രൊവൈഡ്സ് സർവീസസ് സച്ച് ആസ് മെയിൻ്റനൻസ് ആൻഡ് ദിസ് ഈസ് ഇൻടാഞ്ചിബിൾ. സർവീസസ് എന്ന് പറഞ്ഞാൽ അത് മെയിൻ്റനൻസ് ആവാം, റിപ്പയർ ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് കെയറിലുള്ള ഒരു ഡോക്ടറുടെ സർവീസ് ആവാം, അതല്ലെങ്കിൽ നമ്മളൊരു ടെലിവിഷൻ ഒരു മീഡിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സർവീസ് ആവാം. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അബൌട്ട് സ്റ്റോറേജ് ഓഫ് ദി പ്രൊഡക്റ്റ്. സ്റ്റോറേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറൻസ് ആണ്. നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും, മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റുകളൊക്കെ, അഥവാ നമ്മൾ കാറോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, ആ പ്രൊഡക്റ്റുകളൊക്കെ സാധാരണ സ്റ്റോർ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലത്തിലേക്ക് ഡിമാൻഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അത് കസ്റ്റമറിലേക്ക് പാസ് ചെയ്യുന്നതിന്റെ ഇടയിലുള്ള ഒരു പ്രോസസ്സാണ് എന്ത്, സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻവെന്ററി ആയിട്ട് കീപ്പ് ചെയ്യുക, സ്റ്റോക്ക് ആയിട്ട് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പൊ മാനുഫാക്ചറർ എന്ന് പറയുന്നത് ദേ പ്രൊഡ്യൂസ് ഗൂഡ്സ് ആൻഡ് ദേ സ്റ്റോർ ദം ആസ് സ്റ്റോക്ക് ഓർ ഇൻവെന്ററി. പിന്നെ ആസ് പെർ ദി ഡിമാൻഡ് എന്ത് ചെയ്യും, അതായത് കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എവിടെ നടക്കും, മാനുഫാക്ചറിങ് ഫേമുകളിൽ നടക്കും.
അതിനൊരു കോസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഈ ഇൻവെന്ററി കോസ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. സർവീസ് ഫേംസ് അൺലൈക്ക് മാനുഫാക്ചറേഴ്സ് ഡു നോട്ട് ഹോൾഡ് ഇൻവെന്ററി. ഒരിക്കലും നമുക്ക് സർവീസുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഡോക്ടറുടെ ഒരു സർവീസ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സാധനമല്ല. ദേ ക്രിയേറ്റ് എ സർവീസ് വെൻ എ ക്ലയന്റ് റിക്വയേഴ്സ് ഇറ്റ്. ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ആവശ്യമുള്ള ഒരാള് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് പ്രൊവൈഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള രണ്ടാമത്തെ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഡിഫറൻസ് ആയിട്ട് പറയുന്നത് എൻവയറമെന്റ്. എൻവയറമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്താ, നിങ്ങൾ ഓരോന്നും ആ ടേം വെച്ചിട്ട് ഓർത്ത് വെക്കാൻ. എൻവയറമെന്റ് ഉദ്ദേശിക്കുന്നത് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് നടക്കുന്നത് ഒരു ഫാക്ടറിയിലാണ് എന്ന് പറഞ്ഞാല് അതിന്റെ എൻവയറമെന്റ് എന്ന് പറഞ്ഞത് ഒരു ഫാക്ടറി എൻവയറമെന്റ് ആയിരിക്കും. ഒരു മാനുഫാക്ചറിങ്ങിന് ഒരു ലൊക്കേഷൻ ഉണ്ടായിരിക്കും, ഒരു സ്പെസിഫൈഡ് ലൊക്കേഷൻ ഉണ്ടായിരിക്കും, ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ടായിരിക്കും, അതൊരു ഫാക്ടറി ആയിരിക്കും. ബട്ട് സർവീസ് ഫേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു എന്ത് വേണമെന്നില്ല, ഒരു ഫിസിക്കൽ ലൊക്കേഷൻ വേണമെന്നില്ല. സർവീസ് കിട്ടുന്നത് ഒരു ലൊക്കേഷനിലാവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനാണ് നമ്മൾ ഡിഫറൻസിൽ ആ എൻവയറമെന്റ് എന്ന് പറയാം. നമ്മൾ സാധാരണ പറയുമ്പോൾ പറയുക മാനുഫാക്ചറിങ് നടക്കുന്നത് ഫാക്ടറിയിലാണ്, സർവീസ് നടക്കുന്നത് മാർക്കറ്റ് എൻവയറമെന്റിലാണെന്നാണ് പറയാം. മാർക്കറ്റ് എൻവയറമെന്റിലാണെന്നാണ് പറയാം. ഒന്ന് ഫാക്ടറി എൻവയറമെന്റിലാണ്, മറ്റേത് മാർക്കറ്റ് എൻവയറമെന്റിലാണ്. നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, നാലാമത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ടൈപ്പ് ആണ് പറഞ്ഞിരിക്കുന്നത്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നല്ലോണം മനസ്സിലാക്കണം. ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമിലായിരിക്കും. എന്താ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോം എന്ന് പറഞ്ഞാല് ആര് ഉപയോഗിച്ചാലും ഒരേപോലെ ആയിരിക്കും എന്ന് പറഞ്ഞാല് അത് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കും. നേരെ മറിച്ച് സർവീസ് എന്ന് പറയുന്നത് എന്താണ്, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ഓരോരുത്തരുടെയും റിക്വയർമെന്റ്സിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് സർവീസിന്റെ ഒരു ടൈപ്പ് ഉണ്ടാവുക. മാനുഫാക്ചർ ഹാവ് സ്റ്റാൻഡേർഡൈസ്ഡ് വേ ഓഫ് പ്രൊഡ്യൂസിംഗ് ഗൂഡ്സ്. ദേ ക്യാൻ ഐദർ പ്രൊഡ്യൂസ് എ സ്റ്റോക്ക് ഓഫ് ഗൂഡ്സ് ഇൻ അഡ്വാൻസ് ഓർഡേഴ്സ്. അഡ്വാൻസ് ഓർഡർ അനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഓർഡർ സ്വീകരിക്കാം. ഓർ വൺസ് പ്രൊഡക്റ്റ് ഈസ് ഫിനിഷ്ഡ് ഡിവൈൻഡ് ആൻഡ് ദ നെക്സ്റ്റ് ആൻഡ് സോ ഓൺ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രൊഡക്റ്റ് വേറൊരു ടൈപ്പിലായിരിക്കും. അവിടെ എന്താ പറയാ, നമ്മൾ നെക്സ്റ്റ് ഒരു സ്റ്റേജിലേക്കാണ് അത് പോവുക. ബട്ട് ഇൻ കോൺട്രാസ്റ്റ് സർവീസ് ഫേംസ് ഡു നോട്ട് പ്രൊഡ്യൂസ് എ സർവീസ് അൺലെസ് ദ കസ്റ്റമർ റിക്വയേഴ്സ് ഇറ്റ്. ഒരിക്കലും മുൻകൂട്ടിയിട്ട് എന്ത് ചെയ്യില്ല, ഒരു സർവീസ് എവിടെയെങ്കിലും ഉണ്ടാക്കി വെക്കുക, ഒരു സർവീസ് ഇല്ല. അവിടെ എപ്പോഴാണ് ഒരു കസ്റ്റമർ ആ നീഡുമായിട്ട് റിക്വയർമെന്റുമായിട്ട് വരുന്നത് അപ്പോഴാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ദ സർവീസ് ഓപ്പറേഷൻസ് ആർ കസ്റ്റമൈസേഷൻ ഓപ്പറേഷൻസ്. അത് കസ്റ്റമൈസേഷൻ ഓപ്പറേഷൻ ആണെന്ന് പറയാം. They can design and develop the scope of content of the services in advance of any orders. എന്ന് പറഞ്ഞാൽ മുൻകൂട്ടിയിട്ട് തയ്യാറാക്കി വെക്കുകയല്ല ചെയ്യാം, ആവശ്യത്തിനനുസരിച്ച്. ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞത് ഒരു സർവീസ് ആണ്. അപ്പൊ നമ്മളവിടെ മുൻകൂട്ടിയിട്ട് ആ സർവീസ് പ്രൊവൈഡ് ചെയ്ത് വെക്കല്ല, നമ്മൾ നമ്മളെ കമ്പ്യൂട്ടറുമായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് അവര് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നതെന്ന് അർത്ഥം. നേരെ വെച്ച് പ്രൊഡക്റ്റുകൾ അങ്ങനെയല്ല, അത് മുൻകൂട്ടിയിട്ട് തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട്. ആർക്കും എല്ലാവർക്കും ഒരേപോലത്തെ യൂസ് ആണ് അതിനുണ്ടാവുക. ദെൻ അഞ്ചാമത്തെ ഡിഫറൻസ് പറയുന്നത് ക്വാളിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ആ ഒരു ക്രൈറ്റീരിയ ആണ് പറയുന്നത്. മാനുഫാക്ചറിങ് പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കൺസേൺഡ് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ കൺസേൺഡ് പ്രൊഡക്റ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് എത്രമാത്രം ക്വാളിറ്റി ഉള്ളതാണ്. ബട്ട് ഇത് കേസ് ഓഫ് സർവീസ്, നമുക്ക് ആ സർവീസിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് ഇൻടാഞ്ചിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല, ക്വാളിറ്റി മെഷർ ചെയ്യാൻ പറ്റില്ല. അതാണ് അഞ്ചാമത്തെ ഡിഫറൻസ്. ആറാമത്തെ ഡിഫറൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് മാനുഫാക്ചറിങ് ഫേംസ് റിക്വയർസ് എ ലാർജർ അസറ്റ്സ് ആൻഡ് ഫെസിലിറ്റീസ്. അവിടെ പറയുന്നത് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറൻസ് ആണ് ഈ പറയുന്നത്. ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫണ്ടാണ്. മാനുഫാക്ചറിങ് ഫേമുകളിൽ വളരെ ഹ്യൂജ് എമൗണ്ട് ഫണ്ട് വേണ്ടി വരും, കാരണം അവിടെ ഒരുപാട് അസറ്റുകൾ വാങ്ങേണ്ടി വരും, പിന്നെ ഓട്ടോമേഷൻ ഒക്കെ നന്നായിട്ടുള്ളതായിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും മാനുഫാക്ചറിങ് ഫേമിൽ. ബട്ട് ഈ സർവീസ് ഫേം റിക്വയർസ് സ്മോൾ ഫെസിലിറ്റീസ്, കുറഞ്ഞ ഫെസിലിറ്റീസ് ആവശ്യം ഉണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഫാക്ടറിയുടെ എൻവയറമെന്റ്, ലാൻഡോ ബിൽഡിങ്ങോ അങ്ങനത്തെ ലൊക്കേഷൻ ഒന്നും ആവശ്യമില്ലാത്തതാണ് സർവീസ് സെക്ടറിൽ. അതുകൊണ്ട് തന്നെ അവിടെ ലെസ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് ആറാമത്തെ ഡിഫറൻസ്. പിന്നെ ഏഴാമത്തെ ഡിഫറൻസ് ആയിട്ട് പറഞ്ഞത് ടൈം ആണ് അല്ലെ. While manufacturers generally have days or weeks to meet
കസ്റ്റമർ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സമയം കുറച്ച് കൂടുതൽ സമയം 1, 2, 3, 4 ദിവസമൊക്കെ എന്ത് വേണ്ടി വരും, ഈ കസ്റ്റമറുടെ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി വരും. ബട്ട് സർവീസ് അങ്ങനെയല്ല. അപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചികിത്സിച്ചാൽ മതി എന്ന് അവർ ഒരിക്കലും പറയില്ല. അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കൺസൾട്ട് ചെയ്തതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും എന്ന് പറയാം. അതല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സർവീസ് ഓഫർ ചെയ്യപ്പെടുന്നുണ്ട്. വിത്തിൻ മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമറുടെ ആ ഒരു നീഡ് അനുസരിച്ച് അപ്പക്കപ്പം തന്നെ സർവീസ് കിട്ടും. ബട്ട് മാനുഫാക്ചറിങ് ഫേമുകളിൽ അങ്ങനെയല്ല. നമ്മൾ കുറെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പല കേസിലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. മാനുഫാക്ചറിന്റെ കേസിൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ടൈം കുറച്ചും കൂടി കൂടുതൽ വേണം. ഇതിൽ മാനുഫാക്ചറിങ് ഫേമുകളുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടാനോ അല്ലെങ്കിൽ നമുക്കത് കൺസ്യൂം ചെയ്യാനോ ഒക്കെ. ബട്ട് ഈ സർവീസ് എന്ന് പറയുന്നത് മിനിറ്റുകൾ, വിത്തിൻ മിനിറ്റ്സ് നമുക്ക് എന്ത് കിട്ടും, സർവീസ് കിട്ടുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡ്യൂറബിലിറ്റിയുടെ കേസാണ്. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റുന്ന ഫിസിക്കൽ പ്രൊഡക്റ്റുകളുടെ നാച്ചർ പറഞ്ഞല്ലോ. അതേ നാച്ചർ തന്നെയാണ് ഇവിടെയും പറയുന്നത്. മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ അവര് ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ, ടാഞ്ചിബിൾ പ്രൊഡക്റ്റുകൾ ആയതുകൊണ്ട് തന്നെ ഡ്യൂറബിൾ ആയിരിക്കും. നേരെ വെച്ച് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെരിഷബിൾ ഇൻ നാച്ചർ ആയിരിക്കും. പെരിഷബിൾ എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു കൺസംഷൻ കംപ്ലീറ്റ് ആവും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ നമുക്കത് കീപ്പ് ചെയ്ത് വെക്കാനോ പറ്റുന്നതല്ലല്ലോ സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ സർവീസ് എന്ന് പറയുന്നത് പെരിഷബിൾ ആണ്, മറ്റേത് കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായിരിക്കും മാനുഫാക്ചറിങ് ഫേമിന്റെ ഉണ്ടാവുക. ആ രീതി ദെൻ അടുത്തൊരു ഡിഫറൻസ് പറയുന്നത് ഇൻ ദി കസ്റ്റമർ കോണ്ടാക്ട് ആണ്. കസ്റ്റമർ കോണ്ടാക്ടിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. മാനുഫാക്ചറിങ് ഫേമുകളിൽ ഒരിക്കലും നമ്മൾ ആരെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് ആ ഫാക്ടറിയിൽ പോയിട്ട് അത് ഉണ്ടാക്കുന്നത് കണ്ടിട്ടൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ കോണ്ടാക്ട് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഫേമുകളിൽ വളരെ ലെസ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ നോമിനൽ ആയിരിക്കും. ഉണ്ടാവണം തന്നെ ഇല്ല. കാരണം നമുക്ക് മാനുഫാക്ചറിങ് ഫേമുകളായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവേണ്ട ഒരു പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ഇൻ ദി കേസ് ഓഫ് സർവീസ് സെക്ടർ കസ്റ്റമറുടെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോവാന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അവിടെ ഉണ്ടാവണം. നമ്മൾ തന്നെയാണ് അവിടെ, നമ്മുടെ ആവശ്യത്തിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ തന്നെയാണ് അവിടെ ഉണ്ടാവേണ്ടത്. ഫിസിക്കലായിട്ട് നമ്മൾ അവിടെ ഉണ്ടായിരിക്കണം. പ്രൊവൈഡ് സർവീസ് ടു ദി കസ്റ്റമർ. അവിടെ കസ്റ്റമർക്ക് ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സർവീസ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ലാസ്റ്റ് ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഓട്ടോമേഷൻ ആണ് അല്ലെ. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മാനുഫാക്ചറിങ് ഫേമുകൾ മോർ ടെക്നിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടൊക്കെ ആവശ്യമുള്ള ഫേമുകളായിരിക്കും മാനുഫാക്ചറിങ് ഫേം. കാരണം അവിടെ ഒരുപാട് മെഷീനറീസ് ഉണ്ടായിരിക്കും. അവിടെ മാൻ പവറിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, മിക്കവാറും ടെക്നോളജി ആയിരിക്കും, അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കും അവിടെ കൂടുതൽ ഉണ്ടാവുക. സർവീസ് സെക്ടറിൽ അങ്ങനെയല്ല. ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും കൂടുതൽ അവിടെ എന്തായിരിക്കും, ലേബർ ഇന്റൻസീവ് ആയിരിക്കും എന്നാണ് പറയാം. മറ്റത് എന്താ പറയുക, മെഷീൻ ഇന്റൻസീവ് ആണ്, ഇത് ലേബർ ഇന്റൻസീവ് ആണ്. സർവീസ് സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേബറിനാണ് അവിടെ കൂടുതൽ, മാൻ പവർ ഹ്യൂമൻ റിസോഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. എല്ലാ സർവീസ് സെക്ടറിലും മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും, ലേബർ ഇന്റൻസീവ് ആയിരിക്കും. നേരെ മറിച്ച് മാനുഫാക്ചറിങ് ഫേമുകളൊക്കെ കൂടുതലും മെക്കാനിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടൊക്കെ ആയിരിക്കും അവിടെ കൂടുതൽ ആവശ്യം ഉണ്ടാവുക. ഇതാണ് നമ്മൾ ഡിഫറൻസ് ആയിട്ട് ലാസ്റ്റ് പറയുന്നത്. ഇങ്ങനെ 10 ഡിഫറൻസ് ഇപ്പൊ നമ്മൾ പറഞ്ഞു. നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ വെച്ചിട്ട് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. ക്രൈറ്റീരിയ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടുന്നുണ്ടോ നോക്കി നോക്കുക. 10 ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞതിൽ നാച്ചുറൽ വെച്ചിട്ട് നമ്മൾ എന്താ പറഞ്ഞത്, നാച്ചുറൽ